ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു സൺഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു, കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. ഇനി ചായ കുടിക്കണം. ചായക്ക് ഇന്ന് വെള്ളയപ്പം ചിക്കൻ കറിയാണ്. ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു കറി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളയപ്പത്തിലേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബിരിയാണി ഉണ്ടാക്കണതും അതേപോലെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അതൊക്കെയാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ എത്രത്തോളം ലെങ്ത്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ചിക്കൻ വറുക്കാനായിട്ട് ഉപ്പും വെള്ളമൊക്കെ തിരുമ്പിച്ച് അമ്മ ചിക്കൻ വറുക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇഞ്ചി പേസ്റ്റൊക്കെ ഇതാക്കി വെച്ചു. ഇനി നമ്മൾ ചിക്കൻ വറുക്കാൻ പോവാണ്. ചിക്കൻ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മൾ ബിരിയാണി അരിയും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഒരുവിധം നന്നായി മുരിയണ്ട, ഒരുവിധം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കണം. കറിക്കുള്ള സവോളയും ഒക്കെ അമ്മ അരിഞ്ഞു വെക്കും. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഭയങ്കര ലെങ്ത്തായി. അത് കാരണം ഞാൻ ഭയങ്കര സ്പീഡിലും ചിലതൊക്കെ സവോളയൊക്കെ വായി. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആ വറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോഴേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. ഓക്കെ, നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം നമ്മൾ ചായ കുടിച്ചാൽ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി കുറച്ച് ചായ കുടിച്ച കുറച്ച് പാത്രം അവിടെ നിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായ സവോള, പച്ചമുളക്, പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. മാക്സിമം പുറത്തേക്കൊക്കെ പോവാതെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഇപ്പം എല്ലായിടത്തും വെള്ളമൊക്കെ നന്നായി കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ ഡാമുകളും ഷട്ടറൊക്കെ തുറന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ന്യൂസിൽ. അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഉണ്ട് സൺഡേ എന്ന് പറയാനായിട്ട്. ഇതൊക്കെ തന്നെ. ഇനി അടിച്ചു വാരലൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കണതാണ്, അടിച്ചു വാരലൊക്കെ. അപ്പം ഞാൻ അടിച്ചു വാരലൊന്നും കാണിക്കുന്നില്ല. അപ്പം ചെറിയൊരു കുക്കിംഗ് വീഡിയോ അറ്റ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയും പറയാം. അപ്പം അതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നുണ്ട്, ഷോർട്ട് ക്ലിപ്പുള്ളത് എടുക്കുന്നുണ്ട്, രണ്ടും കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം എത്രത്തോണ്ട് വരും, എത്രത്തോണ്ട് ക്ലിയർ ഉണ്ടാവും ഒന്നും നമുക്കറിയില്ല. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും അറിയാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അമ്മ അത് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, സലാഡ് ഉണ്ടാക്കാം. സലാഡ് കച്ചമ്പർ, സർലാസ് എന്നൊക്കെ പറയും. പല നാട്ടിൽ പല പേരാണ്. ഞങ്ങൾ സർലാസ് എന്നാണ് പറയുക. കച്ചമ്പർ എന്ന് പറയും, സർലാസ് എന്നും പറയും. അപ്പം അത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മൾ സർലാസ് റെഡിയാക്കി നമുക്ക് മേശമ കൊണ്ടുവയ്ക്കാം. നമ്മൾ ആയതൊക്കെ നമ്മൾ മേശമ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് ക്ലിയർ ഗൈസ്. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ നമ്മൾ മേശമ കൊണ്ടുവച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേഗം വൃത്തിയാക്കാം. പിന്നെ എന്താണ് ഗൈസ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ? പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലൈവിൽ പോകുന്നുണ്ട് എന്നും. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈവിൽ വരിക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാവരും. പിന്നെന്താ, ബാഡ് കമൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാം ഞാൻ അത് മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ നടക്കണത്. അപ്പം അതൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചുമ്മാ ഇതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞോന്ന് മാത്രം. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അമ്മ ചിക്കൻ കറി റെഡിയാക്കി ഗൈസ്. ചിക്കൻ കറി റെഡിയായി. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയായി. നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കാം. സൂപ്പർ. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് അടുത്തത് ബിരിയാണി. എനിക്കുള്ള വെള്ളം തിളച്ചു. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റൈസ് മാത്രം കഴിക്കാം. ചിക്കൻ കറി ഇല്ലെങ്കിലും റൈസും ഒരു അച്ചാറും സലാഡും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ മിക്കതും അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കാറില്ല, മിക്കതും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുള്ളും അടിച്ചു വാരിക്കൊണ്ടിരിക്കുക.
അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ. നമുക്ക് അടിച്ചു വരണം. അടുക്കളൊക്കെ ഭയങ്കര മെസ്സായി. ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ വോയിസ് കൊടുത്തതാണ്. ബിരിയാണി ദമ്മിടുമ്പോൾ കാണാം. ഓൺ വോയിസ് കൊടുക്കുകയാണ്. നമ്മുടെ ബിരിയാണി പാത്രം ഇതിലാണ് നമ്മൾ വെള്ളത്തിലേക്ക് അരിയൊക്കെ ഇട്ടു. നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ബിരിയാണി പാത്രം ഇട്ടു. അതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ചാൽ റൈസ് കഴിഞ്ഞിട്ട് അതിലേക്ക് മല്ലിയില സവോള അപ്പം നമ്മുടെ ബിരിയാണി ചിക്കൻ കറിയൊക്കെ റെഡിയായി. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് കുളിക്കാൻ പോവാണ്. കുളി കഴിഞ്ഞ് വന്ന് ഇനി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം. ലൈവിൽ പോകണമെന്നുണ്ട്. ചിലപ്പോൾ ലൈവിലൊക്കെ പോകും. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പം ഞാൻ ഫുഡൊക്കെ ആയി കഴിഞ്ഞു. അപ്പം ഇനി അതൊക്കെ ഞാൻ കഴിക്കുമ്പോഴാണ് ഇനി വീഡിയോ എടുക്കുക. ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. ബിരിയാണിയൊക്കെ റെഡിയായി. ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. ബിരിയാണി ചിക്കൻ സലാഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ഡേ മൈ ലൈഫാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ.